അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 56 അധ്യായം 1 വാക്യം നമുക്ക് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കുകയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയതിനു ശേഷം അവരോട്, തോട്ടത്തിലെ സകല വൃക്ഷഫലങ്ങളും നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് അരുളി ചെയ്തു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു, അവർ ആ പഴം തിന്നേണ്ടി വന്നു. എന്നാൽ വെയിലാറിയപ്പോൾ, അഥവാ കൂൾ ഓഫ് ദ ഡേ, പ്രഭാതയാമത്തിൽ 3 AM മുതൽ 6 AM വരെയുള്ള ഏതോ സമയത്തിൽ യഹോവ ആദാമിനെയും ഹവ്വായെയും അന്വേഷിച്ച് തോട്ടത്തിൽ വന്നപ്പോൾ ആദാമും ഹവ്വായും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഒളിച്ചു. എന്നാൽ ഭൂമിയിലേക്ക് വന്ന മിഷണറി ദൈവം ആദാമേ നീ എവിടെയെന്ന് ആദാമിനെ വിളിച്ച് വീണ്ടും ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചുവെങ്കിലും അവർ ഇനി ജീവവൃക്ഷഫലവും പറിച്ചു തിന്ന് പാപത്തിൽ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് ദൈവം അവരെ ജീവവൃക്ഷം നിൽക്കുന്ന ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ എൻ്റെ മക്കളെ വഞ്ചിച്ചതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിൻ്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 14-15 വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവളുടെ സന്തതികൾ എന്ന ബഹുവചന രൂപത്തിലല്ല, അവളുടെ സന്തതി എന്ന ഏകവചന രൂപത്തിലാണ് യഹോവ പറഞ്ഞത്. ആ സന്തതി ക്രിസ്തുവാണ്. യഹോവയുടെ ഈ പ്രവചനത്തിന് 4000 വർഷങ്ങൾക്ക് ശേഷം മറിയ എന്ന കന്യകയിൽ കൂടി ആ പ്രവചനം നിറവേറ്റിക്കൊണ്ട് യേശു ഈ ഭൂമിയിൽ ജനിച്ചു. അപ്രകാരം ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റി. മുൻപ് നാം കേട്ട വാക്യത്തിൽ എൻ്റെ രക്ഷ എന്ന ഒരു വാക്ക് കാണുവാൻ കഴിയും. സ്ത്രീയുടെ സന്തതിയായി യേശു ഭൂമിയിൽ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ ഭൂമിയിൽ വന്ന് കഴിഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2 അധ്യായം 30-31 വാക്യങ്ങളിൽ ശിമ്യോൻ പറയുകയാണ്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇവിടെ നാം കേട്ട രക്ഷ എന്നത് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും രക്ഷിച്ച് ആത്മരക്ഷ നേടിക്കൊടുക്കുന്നവൻ വന്നു എന്ന അർത്ഥത്തിൽ ആകുന്നു. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് തൻ്റെ രക്തം ചൊരിയണമായിരുന്നു. യേശുവിൻ്റെ മരണമല്ല, അവൻ്റെ രക്തമാണ് നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി തീരേണ്ടത്. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 1 അധ്യായം 2 വാക്യത്തിൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം കേട്ട വാക്യത്തിൽ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കെ കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്നും തൻ്റെ രക്തത്താൽ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു കന്യകയിൽ കൂടി ജനിച്ചത്. യേശു രക്ഷകനാണ്. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അതിൻ്റെ ശമ്പളമായ മരണം അഥവാ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും യേശു ഊറ്റിത്തന്നു. അവൻ്റെ പുറം മുഴുവജാലുകൾ പോലെ നീളത്തിൽ കീറപ്പെട്ടു. അനേക ക്രൂര പീഡനങ്ങൾ അവൻ നമുക്ക് വേണ്ടി സഹിച്ചു. യേശുവിനെ തകർത്തുകൊണ്ടിരുന്ന റോമൻ പടയാളികൾക്കോ യേശുവിനെ റോമക്കാരായ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത യഹൂദന്മാർക്കോ അവനോട് അല്പം പോലും കരുണ തോന്നിയില്ല. കാരണം നമ്മുടെ പാപവും അതിന് ഫലമായുണ്ടായ ശാപവും ദൈവം യേശുവിൻ്റെ മേൽ ചുമത്തി. അവൻ കഷ്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോഴും തകർക്കപ്പെട്ടവനായി കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോഴും മനുഷ്യൻ്റെ പാപവും ശാപവും ദൈവം യേശുവിൻ്റെ അനുവാദത്തോടെ തന്നെ ചുമത്തിയതിനാൽ യേശു ശാപഗ്രസ്തനായാണ് കുരിശിൽ കിടന്നിരുന്നത്. തന്നെയുമെല്ലാം മരണത്തിന്മേൽ തന്നെയുമെല്ലാം മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശാപഗ്രസ്തൻ എന്ന്
ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെന്തിനു വേണ്ടിയാണെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നതുകൊണ്ട് നാം അവൻ മുഖാന്തരം അനുഗ്രഹമാവുകയും ദൈവമക്കൾ എന്ന പദവിക്ക് യോഗ്യരായി തീരുകയും ചെയ്തു. യേശു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ അവൻ്റെ നിഷ്കളങ്ക രക്തം മൂലം നമ്മുടെ ആത്മാവിന് രക്ഷ വന്നിരിക്കുന്നു. നമ്മുടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മുടെ ആത്മാവിനെ വീണ്ടും ദൈവവുമായി ബന്ധപ്പെടുവാൻ തക്കവണ്ണം ജീവൻ ലഭിച്ചിരിക്കുന്നു. യേശു തൻ്റെ രക്തത്താൽ നമ്മുടെ ആത്മാവിനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അതിൻ്റെ ശമ്പളമായ നിത്യ മരണത്തിൽ നിന്നും അഥവാ ഗന്ധകം കത്തുന്ന നിത്യനരകത്തിൽ നിന്നും വീണ്ടെടുത്തു. ഇസ്രയേൽ മക്കളുടെ ആദിജാതന്മാരെ സംഹാരകനിൽ നിന്നും മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച് കനാൻ ദേശത്ത് എത്തിച്ചേരുവാൻ ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ അറുത്ത് പെസഹായും ചോരത്തിളിയും ആചരിക്കണമായിരുന്നു. ആ പെസഹ ആചരണവും ചോരത്തിളിയും യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മഹാപാപപരിഹാരയാഗത്തിൻ്റെയും രക്തം ചൊരിച്ചിലിൻ്റെയും നിഴലായാണ് അന്ന് ഇസ്രയേൽ മക്കൾ ആചരിച്ചത്. യഥാർത്ഥ പെസഹ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ രക്തം ചൊരിച്ചിലും കഷ്ടതയും പീഡനവുമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, ക്രിസ്തു തന്നെ എന്ന്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ കുഞ്ഞാടിനെ അറുത്തുകൊണ്ട് പെസഹ ആചരിച്ചത് ദൈവം അവരോട് കൽപ്പിച്ചതുകൊണ്ടും ജനത്തിന് മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും രക്ഷ നേടുവാനും മിസ്രൈമ്യരുടെ ആദിജാതന്മാർ കൊല്ലപ്പെട്ട സമയത്ത് ഇസ്രായേൽ മക്കളുടെ ആദിജാതന്മാർ കൊല്ലപ്പെടാതിരിക്കുവാൻ സംഹാരകൻ രക്തമടയാളം കാണുമ്പോൾ അവരെ വിട്ട് പോകേണ്ടതിനും വാഗ്ദത്ത കനാനിലേക്ക് അവരെ പുറപ്പെടുവിക്കേണ്ടതിനും വേണ്ടിയായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഒറിജിനൽ പെസഹ കുഞ്ഞാടാണ്. ലോകത്തിൻ്റെ അഥവാ ഭൂമിയിലെ സകല പാപികളുടെയും പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണവൻ. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് നമ്മുടെ പാപവും ശാപവും അവൻ്റെ ശിരസിന്മേൽ അവൻ സ്വമേധയാ ഏറ്റെടുത്ത് ചുമന്നതിനാലാണ്. പാനപാത്രം എന്നാണ് നമ്മുടെ പാപവും ശാപവും ചുമക്കുവാനായി പിതാവ് യേശുവിനെ വെച്ച് നീട്ടിയപ്പോൾ യേശു അതിനെ വിളിച്ചത്. അതിഭീകരമായിരുന്നു ആ പാനപാത്രം. ആ പാനപാത്രം യേശു സ്വീകരിച്ചാൽ അവൻ പാപിയും ശാപഗ്രസ്തനുമായി തീരും. അപ്രകാരമുള്ള ഒരു ശാപഗ്രസ്തനായി താൻ തീരുകയും പിതാവിൻ്റെ സഹിത്വം തനിക്ക് നഷ്ടമാവുകയും ചെയ്യുമല്ലോ എന്ന അതിവേദന അവൻ ശരീരത്തിൽ അനുഭവിക്കുവാൻ പോകുന്ന സകല വേദനകളെക്കാളും കഷ്ടങ്ങളെക്കാളും ഭീകരമായിരുന്നു. അതുകൊണ്ടാണ് ഗത്സമന തോട്ടത്തിൽ വെച്ച് അവൻ പ്രാണവേദനയിലായിത്തീർന്നതും അവൻ്റെ വിയർപ്പിൽ കൂടി രക്തം പുറത്തു വന്നതും. എന്നാൽ ഒരു ദൂതൻ വന്ന് സന്തതിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ, സന്തതിയെ പിതാവ് കാണിക്കണമെങ്കിൽ അഥവാ പാപികളെ ദൈവമക്കളാക്കി തീർക്കണമെങ്കിൽ നീ ശാപഗ്രസ്തനായി തീരുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന് ദൂതനിൽ കൂടി താൻ ഓർത്തപ്പോൾ അവൻ ശാപഗ്രസ്തനാകും എന്ന അപമാനം അവൻ അലക്ഷ്യമാക്കി. ശാപഗ്രസ്തനാകുന്ന വ്യക്തി അനുഭവിക്കേണ്ട ശിക്ഷയായ ക്രൂശുമരണം അവൻ സഹിക്കുവാൻ തയ്യാറായി. അവനത് സഹിച്ചു. പഴയ നിയമ ഇസ്രായേൽ ജനം ഊനമില്ലാത്ത ഒരു ആടിനെ കൊന്ന് പെസഹായും ചോരത്തിളിയും ആചരിക്കണമായിരുന്നു. എന്നാൽ പുതിയ നിയമ ഇസ്രായേലെ നാം പെസഹ ആചരിക്കുകയല്ല വേണ്ടത്, പിന്നെയോ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എന്നേക്കുമായി ഉപേക്ഷിച്ച് അനുസരിക്കണമെന്ന് ബൈബിൾ കൽപ്പിക്കുന്ന സകല കൽപ്പനകളും ബൈബിൾ വായിച്ച് കണ്ടെത്തി അനുസരിക്കുകയാണ് വേണ്ടത്. നമുക്കതിന് കഴിയുകയില്ല എന്ന് യേശുവിന് അറിയാവുന്നതുകൊണ്ട് യേശു തൻ്റെ പരിശുദ്ധാത്മാവിന് അളവ് കൂടാതെ നമുക്ക് അയച്ചു തന്നിരിക്കുന്നു. യേശുവെ, ഞാനൊരു പാപിയാണ്. നീ കാൽവരി ക്രൂശിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ നിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് നിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്ന് എന്നെ ദൈവമകളാക്കി തീർക്കണമേ. ഇനി മുതൽ ഞാൻ പാപം ചെയ്യാതെ ജീവിച്ചു കൊള്ളാം. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴുവാൻ തക്കവണ്ണം ഞാൻ അങ്ങയെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുന്നു എന്ന് യേശുവിനോട് നാം എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ യേശു തൻ്റെ രക്തത്താൽ നമ്മുടെ സകല പാപവും ക്ഷമിച്ച് നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയും യേശുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നാം നടക്കേണ്ടുന്ന സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യും. പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വീണ്ടും പാപത്തിൽ വീണ് ശാപഗ്രസ്തരായി തീരുവാൻ ഇടവരാതെ സൂക്ഷ്മതയോടെ നടക്കുന്നവരാകണം. യേശുവിൻ്റെ ആത്മാവ് നമുക്ക് അതിനു വേണ്ട സഹായം സമയങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കും. നാം യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ പാപം ചെയ്ത് ദുഃഖിപ്പിക്കാതെ അവൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ചാൽ മാത്രം മതിയാകും. ആത്മരക്ഷയാണ് യേശു ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്.
ആ രക്ഷയെ ഇത്ര വലിയ രക്ഷ എന്നാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രക്ഷയെ ഇത്ര വലിയ രക്ഷ എന്ന് പറയുവാൻ കാരണം ഈ രക്ഷ നാം നഷ്ടമാക്കിയാൽ നിത്യനരകത്തിൽ വീഴും എന്നതിനാലും ഈ രക്ഷ നാം നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചാൽ നിത്യനരകത്തിൽ നിന്നും നാം രക്ഷപ്പെടും എന്നതുകൊണ്ടും ആണ്. തന്നെയുമല്ല, ഈ രക്ഷയ്ക്ക് വേണ്ടി വന്ന വിലയാണ് ഈ രക്ഷ ഇത്ര വലിയ രക്ഷയാക്കുന്നത്. കാരണം ഈ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും മത്സ്യങ്ങളെയും ദൈവത്തിൻ്റെ യാഗം കഴിച്ചാലും ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ പോലും രക്ഷിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. എന്നാൽ നിഷ്കളങ്കനും നിർദോഷനും പാപത്തോട് വേർപെട്ടവനും സ്വർഗത്തേക്കാൾ ഉന്നതനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കാരണം അത്രമാത്രം വിലയാണ് യേശുവിൻ്റെ രക്തത്തിന്. അതുകൊണ്ടാണ് നമ്മുടെ രക്ഷ ഇത്ര വലിയ രക്ഷയായിത്തീർന്നത്. നമ്മുടെ ആത്മരക്ഷയ്ക്കും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനുമുള്ള സകല കാര്യങ്ങളും യേശു കാൽവരി ക്രൂശിൽ നിവർത്തിച്ചു. എങ്കിലും നമുക്കിപ്പോൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ആ വീണ്ടെടുപ്പ് അടുത്തു വരുന്നുണ്ട്. യേശു പറഞ്ഞു, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവിൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 27-28 വാക്യങ്ങളാണ് നാം കേട്ടത്. ഇവിടെ നാം കേട്ട വീണ്ടെടുപ്പ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നാം പ്രാപിച്ചാൽ നിത്യതയിൽ നമുക്ക് ദൈവത്തോടൊപ്പം വസിക്കുവാൻ കഴിയൂ. ആ വീണ്ടെടുപ്പ് നാം പ്രാപിക്കണമെങ്കിൽ കറയും ചുളുക്കവും നമ്മിൽ ഉണ്ടാകാതെ നാം ജീവിക്കണം. അതിനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. കർത്താവിൻ്റെ പൂർണ്ണ രക്ഷ, അതായത് ആത്മാവിൻ്റെ രക്ഷ സാധ്യമായി തീർന്നു. ഇനി ശരീരത്തിൻ്റെ രക്ഷ സാധ്യമാകുവാൻ പോകുന്നു. ആകയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ, അതായത് പാപം ചെയ്യാതെ വിശുദ്ധ ജീവിതം നയിക്കൂ എന്ന് സാരം. 10 കൽപ്പനകളിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് നാം അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. സഹോദരനെ പകയ്ക്കരുത്, നീതിയായത് മാത്രം പ്രവർത്തിക്കണം. കാരണം നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഖനനയാഗത്തെക്കാളും ഇഷ്ടമാണ്. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുകയും ദൈവാത്മാവിനെ അനുസരിക്കുകയും ചെയ്യുവിൻ. ആത്മാവിനെ കെടുത്തരുത്. കാരണം നമ്മുടെ പുനരുദ്ധാനത്തിന് പരിശുദ്ധാത്മാവാണ് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതും ഉയർപ്പിക്കേണ്ടതും. ആകയാൽ നമ്മിൽ ഇനി പാപം വരുവാനിടവരാതെ നാം സൂക്ഷ്മതയോടെ നടക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 56-ാം അധ്യായം 1-ാം വാക്യത്തിൽ കൂടി നമ്മോട് പറയുകയാണ്, കർത്താവിൻ്റെ രക്ഷയും കർത്താവിൻ്റെ നീതിയും വെളിപ്പെടുവാൻ പോകുന്നു. ആയതിനാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ. ദൈവത്തിൻ്റെ പ്രമാണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആക്കുവിൻ. പ്രമാണം നമ്മുടെ ജീവിതത്തിൻ്റെ ഗൈഡ് ലൈൻ അഥവാ വഴികാട്ടി ആക്കുവിൻ. കർത്താവ് അതിനായി നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങേ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് അവർക്ക് അതിന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ച് ജീവിപ്പാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.